+2 റീവാലുവേഷൻ റിസൾട്ട് എപ്പോൾ വരുമെന്നും അതുപോലെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ ചില കുട്ടികൾക്കൊക്കെ നോ ചേഞ്ച് എന്ന് കാണിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നും അതുപോലെ എത്ര മാർക്ക് കിട്ടിയാലാണ് റീവാലുവേഷൻ്റെ ഫീസ് തിരികെ കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. റീവാലുവേഷൻ നടത്തുമ്പോൾ ഓരോ ഉത്തരക്കടലാസും 2 എക്സാമിനർമാർ മൂല്യനിർണ്ണയം നടത്തേണ്ടതുണ്ട്. ഇവർ നൽകുന്ന മാർക്കിൻ്റെ ശരാശരിയാണ് റീവാലുവേഷൻ പ്രകാരമുള്ള മാർക്കായി വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. അതേപോലെ തന്നെ മൂല്യനിർണ്ണയ ക്യാമ്പിൽ ലഭിച്ച ഉത്തരക്കടലാസുകൾ ഒരിക്കലും ആദ്യ മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകർ ആയിരിക്കില്ല റീവാലുവേഷൻ പേപ്പറുകൾ വാല്യുവേഷൻ ചെയ്യുന്നത്. അതായത് മുമ്പ് നിങ്ങളുടെ പേപ്പറുകൾ നോക്കിയ അധ്യാപകർ ആയിരിക്കില്ല റീവാലുവേഷൻ നടത്തുന്നത്. സ്ക്രൂട്ടിനി നടത്തുന്നതും റീവാലുവേഷൻ ചെയ്യുന്ന അധ്യാപകർ തന്നെയായിരിക്കും. ഉത്തരങ്ങൾക്ക് സ്കോർ നൽകിയിട്ടുണ്ടോ അതുപോലെ തന്നെ മാർക്ക് കൂട്ടിയിട്ടത് ശരിയാണോ എന്നതാണ് സ്ക്രൂട്ടിനിയിൽ ചെക്ക് ചെയ്യുന്നത്. 60 മാർക്കുള്ള ഒരു വിഷയത്തിനാണ് റീവാലുവേഷന് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ആ വിഷയത്തിന് 10% മാർക്ക്, അതായത് 6 മാർക്ക് അധികം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീവാലുവേഷന് കൊടുത്ത ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. അതുപോലെ 80 മാർക്കുള്ള ഒരു വിഷയത്തിനാണെങ്കിൽ അതിൻ്റെ 10% എന്ന് പറയുന്നത് 8 മാർക്ക് അധികം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ റീവാലുവേഷന് കൊടുത്തിട്ടുള്ള ആ ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. റിസൾട്ട് വരുമ്പോൾ നോ ചേഞ്ച് എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഒന്നുകിൽ ആദ്യം കിട്ടിയ മാർക്കിനേക്കാൾ കുറവായിരിക്കും ഇപ്പോൾ കിട്ടിയ മാർക്ക്, അല്ലെങ്കിൽ അതേ മാർക്ക് തന്നെയായിരിക്കും റീവാലുവേഷൻ ചെയ്തിട്ടും കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നോ ചേഞ്ച് എന്നാണ് കാണിക്കുക. മാർക്ക് കുറവാണെങ്കിൽ ആദ്യം കിട്ടിയ മാർക്ക് തന്നെയായിരിക്കും പരിഗണിക്കുക. +2വിൻ്റെ പുനർമൂല്യനിർണ്ണയം മെയ് 21-ന് ആരംഭിച്ചു. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വാല്യുവേഷൻ പൂർത്തിയാകും. SSLCയുടെ റീവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷം, അതായത് മെയ് 28-നുള്ളിൽ SSLCയുടെ റീവാലുവേഷൻ റിസൾട്ട് വരും. അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ, അതായത് ജൂൺ 1-ൽ തന്നെ +2വിൻ്റെ റീവാലുവേഷൻ റിസൾട്ടും പ്രസിദ്ധീകരിക്കും. ഇനി റീവാലുവേഷൻ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക. dhsckerala.gov.in എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം +2 റീവാലുവേഷൻ റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് കാണാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്തു വയ്ക്കുക. റിസൾട്ട് റീവാലുവേഷനിൽ മാർക്ക് ചേഞ്ച് ആയവരുടേത് വേറെ, അതുപോലെ സ്ക്രൂട്ടിനിയുടേത് വേറെ, അങ്ങനെയായിട്ടാണ് കാണിക്കുക. അഥവാ 10% മാർക്ക് അധികം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പളുമായി കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ +2 പരീക്ഷയുടെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം അത് DHSCയിൽ സറണ്ടർ ചെയ്താൽ മാത്രമേ റീവാലുവേഷൻ മാർക്ക് അടങ്ങിയ പുതിയ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അതൊക്കെ നിങ്ങൾ പഠിച്ച സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും.